ഹലോ, ഇന്നത്തെ വിഷയം കുറേ കുട്ടികൾ അവരെ സ്കിന്ന് ഡാമേജ് ആക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് വരലുണ്ട്. ക്ലീനപ്പ് ചെയ്യാനും ഫേഷ്യൽ ചെയ്യാനൊക്കെ എൻ്റെ അടുത്ത് വരലുണ്ട്. അപ്പോൾ ഞാൻ അവരെ കൺസൾട്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അവരെ സ്കിൻ അങ്ങനെ ആവാൻ കാരണം അവർ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫേസിൽ റൈസർ വെക്കുന്നുണ്ട്. ഈ സോഫ്റ്റ് ഹെയർ ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ സ്കിന്നിൽ, ഫേസിലൊക്കെ സോഫ്റ്റ് ഹെയർ ഉണ്ടാവും. അത് ഒരിക്കലും കളയാൻ പാടില്ല. ഈ കുട്ടികൾ പരസ്യമൊക്കെ കണ്ടിട്ട് റൈസർ വാങ്ങിയിട്ട് അത് ഡെയിലി അവർ ഷേവ് ചെയ്യുന്ന പോലെ ദിവസം അത് ഷേവ് ചെയ്ത് കളയുകയാണ് കുട്ടികൾ. അപ്പോൾ സ്കിന്ന് പോഴ്സ് ഓപ്പൺ ആവും. പോഴ്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൊല്യൂഷൻ വന്നിരിക്കും, പൊടി വന്നിരിക്കും, അണുക്കൾ വന്നിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി അത് സ്കിന്ന് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഒരിക്കലും നമ്മൾ ഫേസിലേക്ക് റൈസർ വെക്കാനേ പാടില്ല. അത് സോഫ്റ്റ് ഹെയർ ആണ്, അത് നമ്മളെ സ്കിന്നിന് പ്രൊട്ടക്ഷനാണ്. അതെന്തിനാ കളയേണ്ട ആവശ്യം? കളയേണ്ട ആവശ്യമേ ഇല്ല. അത് നമുക്ക് നല്ലതാണ്, അത് സ്കിന്നിൽ തന്നെ വേണം. പിന്നെ ചില കുട്ടികൾക്ക് PCOD പ്രോബ്ലം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവർക്ക് കൂടുതലായിട്ട് ഈ ജെൻസിനൊക്കെ ഉള്ള ഹെയർ പോലെയൊക്കെ അവർക്ക് വരാൻ സാധ്യത ഉണ്ട്. അവർക്കൊക്കെ വാക്സ് ചെയ്യാം, ഹോട്ട് വാക്സോ ഇങ്ങനെ വാക്സ് ചെയ്തിട്ട് അത് പോർസ് ഓപ്പൺ ആയാലും പാർലറിൽ അത് അപ്പം തന്നെ ക്ലോസും ചെയ്യാനുള്ള മെത്തേഡ് അവർ ചെയ്യും. നമ്മളത് ചെയ്യും. അപ്പോൾ പോർസ് ഓപ്പൺ ആയാലും അത് ക്ലോസും ചെയ്ത് കൊടുക്കും. അപ്പോൾ പൊല്യൂഷൻ നിറയില്ല. ഇത് ഈ കുട്ടികൾ റൈസർ വെച്ചിട്ട് ആകെ സ്കിന്നൊക്കെ ഡാമേജായി തൊടുമ്പോൾ തന്നെ ആ ബേബി സ്കിൻ അങ്ങ് പോയിട്ട് തൊടുമ്പോൾ തന്നെ ഭയങ്കര റഫാണ്. ഈ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആണുങ്ങളുടെയൊക്കെ ഈ താടിയൊക്കെ തൊടുമ്പോൾ എങ്ങനെയായിരിക്കും, അതുപോലെ പെൺകുട്ടികളുടെ സ്കിൻ അതുപോലെ റഫായിരിക്കും. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് ഞാൻ കുറേ ഇവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്, ഇനിമേൽ അത് ചെയ്യരുത്. നിങ്ങൾ അത്രയും നിങ്ങൾക്ക് ഹെയർ പോകണം, ഹെയർ വേണ്ട എന്നുള്ളവരാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഹോം റെമഡി ആയിട്ട് ചെയ്യുക. കസ്തൂരി മഞ്ഞൾ, കുറച്ച് കടലമാവ്, അതേപോലെ തന്നെ കുറച്ച് പാല്, ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞാലും ആ ഹെയറിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും കൂടി കുറഞ്ഞ് തിന്നായിട്ട് വരും. ചില ഹെയറുകളൊക്കെ കൊഴിഞ്ഞു പോകും, ചിലതൊക്കെ അവിടെ തിന്നായിട്ടുണ്ടാവും. പക്ഷെ അത് നമുക്ക് സൈഡ് എഫക്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സ്കിൻ ഒന്നും കൂടി സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും സ്കിന്നിലേക്ക് നമ്മൾ റൈസർ യൂസ് ചെയ്യാൻ പാടില്ല. ഇത് എല്ലാ കുട്ടികളും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളെ സ്കിന്ന് ഇപ്പം തന്നെ നിങ്ങളിങ്ങനെ റൈസറൊക്കെ വെച്ച് ഇങ്ങനെ കേടുവരുത്തി കഴിഞ്ഞാൽ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും സ്കിന്നൊക്കെ ആകെ സാഗായി ഡാമേജായി നമുക്കൊരാളെ മുഖത്തേക്ക് നോക്കാൻ നമുക്ക് തന്നെ കോൺഫിഡൻറ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് ദയവായി ആരും ഫേസ് റൈസറൊന്നും യൂസ് ചെയ്യരുത്. നമ്മളെ നാച്ചുറൽ ഹെയർ അത് സ്കിന്നിന് പ്രൊട്ടക്ഷനാണെന്നുള്ള ആ ഒരു ചിന്ത എല്ലാവർക്കും വരണം. പിന്നെ അപ്പർ ലിപ്പൊക്കെ കൂടുതലുള്ളവർ വാക്സ് ചെയ്ത് കളയുക. വാക്സ് ചെയ്ത് കഴിഞ്ഞാലും അത് ചെയ്ത് അതിൻ്റെ റൂട്ടൊക്കെ കുറഞ്ഞു വരും. വാക്സിലും കൂടി നമ്മൾ അതെന്താണെന്ന് വെച്ചാൽ എനിക്കത് അനുഭവം ഉള്ളതാണ്. ഞാൻ എൻ്റെ ക്ലയൻസിനൊക്കെ വാക്സ് ചെയ്ത് കൊടുക്കലുണ്ട്. അവർക്ക് വാക്സ് ചെയ്ത് അവർക്ക് ആ ഒരു ഗ്രോത്തിങ് തന്നെ സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പോൾ വാക്സ് ഒക്കെ ചെയ്യുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരിക്കലും റേസർ യൂസ് ചെയ്ത് സ്കിന്ന് ഡാമേജ് ആക്കരുത്. എല്ലാവരോടും എനിക്ക് ഇതേ പറയാനുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കണേ.